നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ കാഞ്ഞിരത്തിങ്കലിലെ SC കോളനിയിൽ സന്ദർശനം നടത്തി. പഴഞ്ഞി സ്കൂളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അണുനശീകരണം നടന്നു. കാട്ടകാമ്പാലിൽ LDF-ൽ ധാരണയിലെത്താതെ CPI നേതൃത്വം. നാഷണൽ കളരിപ്പയറ്റ് മത്സരത്തിൽ വടിപ്പയറ്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നന്ദനയെ ആദരിച്ചു. കടവല്ലൂർ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് എസ്. കുന്നംകുളം കക്കാട് ക്ഷേത്രത്തിൽ വേട്ടേക്കാരൻ പാട്ട് ശനിയാഴ്ച നടക്കും. കുന്നംകുളം ആസ്ഥാനമാക്കി കായിക രംഗത്തിന് ഉണർവേകാൻ സ്പോർട്സ് ഡിവിഷൻ വരുന്നു. വാർത്തകൾ വിശദമായി. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ കാഞ്ഞിരത്തിങ്കലിലെ SC കോളനിയിൽ സന്ദർശനം നടത്തി. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കാഞ്ഞിരത്തിങ്കലിലെ SC കോളനിയിൽ പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, SC പ്രൊമോട്ടർ സിന്ധു എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്. 4 കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ അവരുടെ ക്ഷേമ വികസന കാര്യങ്ങൾ പരിഹരിക്കാനാണ് അധികൃതർ സന്ദർശിച്ചത്. പെങ്ങാമുക്ക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഓൺലൈൻ പഠന സൌകര്യത്തിന് സ്മാർട്ട് ഫോൺ നൽകുമെന്നും ശോചനീയാവസ്ഥയുള്ള വീട് നവീകരിച്ച് നൽകുമെന്നും CPM കാഞ്ഞിരത്തിങ്കൽ മൂലേപ്പാട് ബ്രാഞ്ച് നേതാക്കളായ വിൽസൺ, ജയൻ, ഷാജൻ, ദേവൻ, മനോജ്, ഷാജു എന്നിവർ അറിയിച്ചു. കയർ നിർമ്മിത വസ്തുക്കൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി ഉപജീവനം കണ്ടെത്തുന്ന കോളനി നിവാസികൾക്ക് കയർ എത്തിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. പഴഞ്ഞി സ്കൂളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അണുനശീകരണം നടന്നു. ഏറെ നാളായി കോവിഡ് പ്രതിസന്ധികളെ തുടർന്ന് അടച്ചിട്ടിരുന്ന പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി. നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് പഠനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളുകൾ അണുനശീകരണം നടത്തിയത്. നാളെ മുതൽ SSLC +2 വിദ്യാർത്ഥികൾക്കാണ് ഭാഗികമായി പഠനം ആരംഭിക്കുന്നത്. പൊതുപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സംശയ നിവാരണം വരുത്തുന്നതിന് സർക്കാർ നിർദ്ദേശത്തോടെയാണ് സ്കൂളുകൾ തുറക്കുന്നത്. സ്കൂളുകളിൽ കോവിഡ് സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കോവിഡ് നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നതിനും സ്കൂൾ അധികൃതർക്ക് സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണ, സ്കൂൾ അധികൃതർ എന്നിവർ നേതൃത്വം കൊടുത്തു. കാട്ടകാമ്പാലിൽ LDF-ൽ ധാരണയിലെത്താതെ CPI നേതൃത്വം. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്ക് LDF-ൽ ധാരണയിലെത്താതെ CPI. മുൻ ധാരണ പ്രകാരം അവസാന വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം CPIക്കാണ് നൽകിയിരുന്നത്. ഇത്തവണ 1 വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനവും 4 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനവും കൊടുക്കാനാണ് CPMന്റെ തീരുമാനം. എന്നാൽ 2.5 വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനവും 2.5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമാണ് CPI ആവശ്യപ്പെടുന്നത്. ചർച്ചകൾക്കൊടുവിൽ CPI 2 വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ടപ്പോൾ 1.5 വർഷം നൽകാമെന്നാണ് CPM നിലപാട്. ഇതോടെ ധാരണയിലെത്താൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ CPI അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തെങ്കിലും സ്ഥാനങ്ങളിൽ ധാരണയില്ലാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടെന്ന നിലപാടാണ് CPI സ്വീകരിച്ചിരിക്കുന്നത്. LDF-ൽ ആകെയുള്ള 12 അംഗങ്ങളിൽ CPMന് 10 അംഗങ്ങളും CPIക്ക് 2 അംഗങ്ങളുമാണ് ഉള്ളത്. നാഷണൽ കളരിപ്പയറ്റ് മത്സരത്തിൽ വടിപ്പയറ്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നന്ദനയെ ആദരിച്ചു. ഓൺലൈനായി നടന്ന നാഷണൽ കളരിപ്പയറ്റ് മത്സരത്തിൽ നെടുവടിപ്പയറ്റ് ഇനത്തിൽ ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കാട്ടകാമ്പാൽ രാമപുരം സ്വദേശിനിയും വിദ്യാർത്ഥിനിയുമായ നന്ദനയെ ആദരിച്ചു. നാട്ടുകാർ നൽകിയ ആദരവ് വാർഡംഗം MS മണികണ്ഠൻ കൈമാറി. അരുവായി VKM കളരി സംഘത്തിലെ വിദ്യാർത്ഥിനിയാണ് നന്ദന. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു.
കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Rojapak Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. കടവല്ലൂർ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് എസ്. കടവല്ലൂർ വില്ലേജ് ഓഫീസിലെ അധികൃതരുടെ ജനദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് എസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. സേവനങ്ങൾക്ക് വേണ്ടി വില്ലേജ് ഓഫീസിലെത്തുന്ന പൊതുജനങ്ങളെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് മാസങ്ങൾ നീണ്ട് തീയതികൾ നൽകിയും സേവനങ്ങൾക്ക് പിന്നെ വരാൻ പറഞ്ഞു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിക്ക് കോൺഗ്രസ് എസ് നിയോജകമണ്ഡലം കമ്മിറ്റി പരാതി നൽകി. കേരള സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമവിധേയമായി ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി KV മാത്യു യോഗം ഉദ്ഘാടനം ചെയ്ത് ആവശ്യപ്പെട്ടു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയ് എബ്രഹാം അധ്യക്ഷനായി. ദളിത് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് വാസുദേവൻ MP, റഫീഖ് തങ്ങൾ, ഉണ്ണിരാജൻ, രഞ്ജിത്ത് വെള്ളത്തേരി, ശ്രീജിത്ത് പണിക്കർ, ഗഫൂർ മരത്തങ്കോട് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ക്ഷേത്രത്തിൽ വേട്ടേക്കാരൻ പാട്ട് ശനിയാഴ്ച നടക്കും. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടത്തിവരാറുള്ള 1008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കാരൻ പാട്ട് 2021 ജനുവരി 2-ാം തീയതി ശനിയാഴ്ച ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടക്കും. രാവിലെ 5 മണിക്ക് നടതുറക്കലോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം രാവിലെ 11 മണിയോടെ നാളികേരം എണ്ണിക്കൂട്ടുന്ന ചടങ്ങുകൾ ആരംഭിക്കും. വൈകിട്ട് 3-ന് കളം കുറിക്കുകയും തുടർന്ന് തായമ്പക, കേളി, കൊമ്പുപറ്റ് തുടങ്ങിയ പരിപാടികളും ഉണ്ടാകും. രാത്രി 7 മണിക്ക് അത്താഴപൂജയ്ക്ക് ശേഷം മുല്ലക്കൽ പാട്ട് എഴുന്നള്ളിപ്പുണ്ടാകും. മുല്ലക്കൽ പാട്ടിന് ശേഷം മേള ആഘോഷത്തോടെ വേട്ടക്കാരൻ ഭഗവാനെ എഴുന്നള്ളിക്കും. രാത്രി പ്രദക്ഷിണത്തിനും കളംപൂജ, കളംപാട്ട് എന്നിവയ്ക്കും ശേഷം 9 മണിയോടെ നാളികേരം എറിയുന്ന ചടങ്ങ് ആരംഭിക്കും. വൈശ്ശേരി കാറേക്കുറെ രാമചന്ദ്രൻ നായർ നാളികേരം എറിയുന്ന ചടങ്ങിന് നേതൃത്വം കൊടുക്കും. നാളികേരം എറിയൽ പൂർത്തിയായ ശേഷം കൂറ വലിച്ച് പാട്ട് സമാപിക്കും. വേട്ടക്കാരൻ പാട്ട് ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ അണ്ടലാട് പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികരാകും. വേട്ടക്കാരൻ പാട്ട് ദിവസം വേട്ടക്കാരൻ ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ ചതുശത പായസം ഭക്തജനങ്ങൾക്ക് നേരത്തെ ചീട്ടാക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കക്കാട് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, OA പരമേശ്വരൻ, മണികണ്ഠൻ KK എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം ആസ്ഥാനമാക്കി കായിക രംഗത്തിന് ഉണർവേകാൻ സ്പോർട്സ് ഡിവിഷൻ വരുന്നു. മധ്യകേരളത്തിലെ കായിക രംഗത്തിന് കരുത്തേകാൻ കുന്നംകുളം ആസ്ഥാനമാക്കി സ്പോർട്സ് ഡിവിഷൻ വരുന്നു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രമാക്കിയുള്ള സ്പോർട്സ് ഡിവിഷനാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഡിവിഷൻ യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തെ 3ാമത്തെ സ്പോർട്സ് ഡിവിഷനാകും കുന്നംകുളം. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനുമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. പ്രഥമ ഡിവിഷനിൽ 7-8 ക്ലാസ്സിലെ 30ഓളം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഈ അധ്യയന വർഷത്തിൽ ആരംഭിക്കാനാണ് പദ്ധതി. ഡിവിഷനിലേക്ക് വേണ്ട പരിശീലകരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി കായിക വകുപ്പ് അറിയിച്ചു. കായിക ഉപകരണങ്ങളും സ്പോർട്സ് കിറ്റുകളും തയ്യാറായിട്ടുണ്ടെന്നും വകുപ്പ് അറിയിച്ചു. 24 ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന സ്കൂളിലെ സൗകര്യങ്ങൾ സ്പോർട്സ് ഡിവിഷൻ പ്രയോജനപ്പെടുത്തും. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, ഡ്രെയിനിംഗ് സംവിധാനത്തോടു കൂടിയ പുൽമൈതാനം,
അനുബന്ധ സൗകര്യങ്ങൾ, ഇൻഡോർ സ്റ്റേഡിയം, കുട്ടികൾക്ക് പരിശീലനത്തിനുള്ള 2 ഇടത്തരം കളിസ്ഥലങ്ങൾ, ബാസ്കറ്റ്ബോൾ പരിശീലനത്തിനായി കുന്നംകുളം നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയം എന്നിവ കരുത്തുപകരും. ഇൻഡോർ സ്റ്റേഡിയത്തിൽ 84 കുട്ടികൾക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കും. 5 കോടി രൂപയുടെ പ്രവർത്തികൾ സർക്കാർ ഇതിനായി നടത്തിയിട്ടുണ്ട്. ഗോലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി 7 കോടി രൂപയുടെ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്കായുള്ള കരാർ സ്കൂൾ അധികൃതർ കായിക മന്ത്രാലയവുമായി ഒപ്പുവച്ചു. സ്പോർട്സ് ഡിവിഷന് അനുബന്ധമായി ഒരു കായിക ആരോഗ്യ കേന്ദ്രം കൂടി സ്കൂളിൽ അനുവദിച്ചിട്ടുണ്ട്. കായിക പ്രതിഭകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഈ കേന്ദ്രം സഹായിക്കും. കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമാണ് സ്പോർട്സ് ഡിവിഷൻ. ഇത് കായിക കുതിപ്പിന് കരുത്തുപകരും. കുന്നംകുളത്തെ വിദ്യാർത്ഥികൾക്കിടയ്ക്ക് സ്പോർട്സ് ഡിവിഷൻ ആരംഭിക്കുന്നതിലൂടെ കായിക കരുത്തിന് കുതിപ്പ് പകരുക എന്നതാണ് ലക്ഷ്യമാക്കുന്നതെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. മൂന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന വടക്കേക്കോട്ടൽ കണ്ടംപുള്ളി വീട്ടിൽ അനൂപ് സൂരജ ദമ്പതികളുടെ മകൾ മാളവികയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അതുൽ കൃഷ്ണ, അർജുൻ കൃഷ്ണ, മറ്റ് കുടുംബാംഗങ്ങൾ. അടയ്ക്ക പഴയത് 6,900 രൂപ മുതൽ 7,300 രൂപ വരെ, പുതിയത് 6,500 രൂപ മുതൽ 7,056 രൂപ വരെ, രണ്ടാം തരം 4,800 രൂപ മുതൽ 5,380 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ കാഞ്ഞിരത്തിങ്കലിലെ SC കോളനിയിൽ സന്ദർശനം നടത്തി. പഴഞ്ഞി സ്കൂളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അണുനശീകരണം നടന്നു. കാട്ടകാമ്പാലിൽ LDF-ൽ ധാരണയിലെത്താതെ CPI നേതൃത്വം. നാഷണൽ കളരിപ്പയറ്റ് മത്സരത്തിൽ വടിപ്പയറ്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നന്ദനയെ ആദരിച്ചു. കടവല്ലൂർ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ്. കുന്നംകുളം കക്കാട് ക്ഷേത്രത്തിൽ വേട്ടേക്കാരൻ പാട്ട് ശനിയാഴ്ച നടക്കും. കുന്നംകുളം ആസ്ഥാനമാക്കി കായിക രംഗത്തിന് ഉണർവേകാൻ സ്പോർട്സ് ഡിവിഷൻ വരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.